ഗുരുതരമായ ഒരു പ്രശ്നത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഒരുപക്ഷെ മറ്റാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താണത്? നമ്മുടെ രാജ്യത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് ശേഷം നമ്മുടെ രാജ്യം പാകിസ്ഥാന് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിനകത്തുള്ള ട്രൈറ്റേഴ്സ്, അതായത് നമ്മുടെ നാടിനെ ഒറ്റുന്ന ഒരുപാട് പേരെ നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പല സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പല ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ഇവരെ പിടികൂടുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇവരുടെ പക്കൽ പാകിസ്ഥാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പല ഡിവൈസസും ഇവരുടെ ഭാഗത്തു നിന്ന് പിടികൂടിയിരുന്നു. എങ്ങനെയാണ് ഇവർ പാകിസ്ഥാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്? ആദ്യമായി പിടികൂടിയത് ജ്യോതി മൽഹോത്രയാണ്. ജ്യോതി മൽഹോത്ര വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനിലേക്ക് അവർ പോയിരുന്നു. തോക്കുധാരികൾക്കൊപ്പം നടക്കുന്ന ചിത്രങ്ങളൊക്കെ ഇതിനോടകം പുറത്തു വന്നതാണ്. ഇപ്പോഴിതാ 27 വയസ്സുള്ള എഞ്ചിനീയർ രവീന്ദ്ര വർമ്മയെ പൂനെയിൽ നിന്നും പാകിസ്ഥാൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ നൽകി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര വർമ്മയുടെ അമ്മയെയാണ്. രവീന്ദ്ര വർമ്മയെ അമ്മയെ അറസ്റ്റ് ചെയ്യാനായി ശ്രമിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അവർ നടത്തി. എന്താണെന്നല്ല, ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നാളെ നമുക്കും ചിലപ്പോൾ സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. രവീന്ദ്ര വർമ്മയുടെ അമ്മ പറയുന്നത് രവീന്ദ്ര വർമ്മ എക്സ്പ്ലിസിറ്റ് വീഡിയോ കോളുകളിലൂടെ ട്രാപ്പിലാക്കുകയായിരുന്നു രവീന്ദ്ര വർമ്മ എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും എല്ലാം വീഡിയോ കോള് നമ്മുടെ രാജ്യത്തെ നമ്പറിൽ നിന്നല്ല, പുറത്തുള്ള ഫോറിൻ നമ്പറിൽ നിന്ന് വരാറുണ്ട്. ആ നമ്പറിൽ നിന്ന് കോളുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ തട്ടിപ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലോൺ ആപ്പുകളിലെ ട്രാപ്പുകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നഗ്ന വീഡിയോകളായിരിക്കാം. നമ്മുടെ നഗ്ന വീഡിയോകൾ നമ്മുടെ ചിത്രം പകർത്തി എടുക്കുന്നതായി അങ്ങനെ പലതുമായിരിക്കാം. ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഫോൺ കോളിലൂടെ പ്രകാശ് വർമ്മയെ ട്രാപ്പ് ചെയ്യുകയും രവീന്ദ്ര വർമ്മയെ ട്രാപ്പ് ചെയ്യുകയും അങ്ങനെ രവീന്ദ്ര വർമ്മയെ പാകിസ്ഥാനിൽ നിന്ന് അവർ ട്രാപ്പ് ചെയ്യുകയും പാകിസ്ഥാൻ അവരുടെ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നുമാണ് രവീന്ദ്ര വർമ്മയുടെ അമ്മ പറയുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഇത് നമുക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി കേന്ദ്ര സർക്കാർ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ നിങ്ങൾക്ക് അജ്ഞാത കോളുകൾ വരികയാണെങ്കിൽ അത് സൈബർ കുറ്റവാളികൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കാം, ദയവേത് അതിനൊന്നും നിങ്ങൾ തലവെച്ച് കൊടുക്കരുത് എന്നുള്ള ആ ഒരു നിർദ്ദേശം പോലും ഇപ്പോൾ അത്തരത്തിലാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ വളരെ വ്യക്തമായി തന്നെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്ലാൻ ചെയ്ത് മുന്നേറുന്നത്. ഇത്തരത്തിലുള്ള പല കളികളും പാകിസ്ഥാൻ കളിക്കുന്നുണ്ട്. അതിൽ പ്രിക്കോഷൻ എടുക്കേണ്ടത് നമ്മുടെ ഓരോ ഇന്ത്യക്കാരൻ്റെ കൂടെ കടമയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.